Demonstration problem 2. ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ എന്ന് മാത്രമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ അല്ലേ? യെസ്, വായിച്ചു നോക്കാം. DP2 വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. പങ്കജ് കൺസൈൻഡ്. അപ്പോൾ ആരാണ് ഇവിടെ കൺസൈനർ? പങ്കജ്. ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ വാല്യൂ ആരോ കൺസൈനറാണോ കൺസൈനിയാണോ? കൺസൈനിക്ക് അതിനെക്കുറിച്ചൊന്നും ബോധരാവണ്ട. 100 റേഡിയോ സെൻഡ് ടു ആർക്കാണ്? അരുൺ. അപ്പോൾ അരുൺ ആരാണ്? അപ്പോൾ പങ്കജാണ് നമ്മുടെ ആര്? കൺസൈനർ. ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ ഫുൾ കാര്യം ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ പേജിൽ ചെയ്തുതരാം. അരുൺ ആണ് നമ്മുടെ ആര്? കൺസൈനി. ഓക്കെ അല്ലേ? ഇൻവോയ്സ് പ്രൈസിനാണ് കൊടുത്തുള്ളത് കേട്ടോ. എത്രയാണ്? 1250. എങ്ങനെ വന്നുള്ളത്? കോസ്റ്റും പ്ലസ് എത്രയാണ്? 25% മാർക്കപ്പ്. പ്രോഫിറ്റ്, ലോഡ്, പ്രോഫിറ്റ്, അങ്ങനെ മറ്റൊരു പേരാണ് എന്ത്? മാർക്കപ്പ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെ കാണും മക്കളെ? ഇത് എത്രയും ഈക്വലാ? കോസ്റ്റ് നമുക്ക് എന്തായിട്ട് അസ്യൂം ചെയ്യാം? 100. നമ്മൾ പലപ്പോഴും പറഞ്ഞില്ല. പ്ലസ് എത്രയാണ്? 25. അപ്പോൾ 125-ന് ഈക്വലായിട്ടുള്ള എമൗണ്ടാണ് 1250 എന്ന് പറഞ്ഞാൽ അംഗീകരിക്കൂലേ? അല്ലേ? അപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 100-ന് ഈക്വലായിട്ടുള്ള എമൗണ്ട് കണ്ടാൽ പോരെ? എങ്ങനെ 100-ന് ഈക്വലായിട്ടുള്ള എമൗണ്ട് കാണും? 1250 ഡിവൈഡഡ് ബൈ അത് 125-ന് തുല്യമായിട്ടുള്ളതല്ലേ? അല്ലേ? ഇൻറ്റു എത്ര അടിച്ചാൽ മതി? 100 അടിച്ചാൽ മതി. അപ്പോൾ എത്ര വരും? പറയടാ. 1000. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് പ്രൂഫ് വേണമെന്നുണ്ടോ? നിങ്ങൾക്ക് പ്രൂഫ് വേണോ? കോസ്റ്റ് എത്രയാണ്? 1000 പ്ലസ് എത്ര ശതമാനം? 25%. അങ്ങനെയാണ് 1250 എന്നുള്ളത്. ഓക്കെ അല്ലേ? ഞാൻ ഇനി കൂടുതൽ പറയണോ? ഓക്കെയാണോ? കംഫർട്ട് അല്ലേ കാൽക്കുലേഷൻ അല്ലേ? ഓക്കെ. ഇനി ദ ഫോളോയിങ് ഫർദർ ഡീറ്റെയിൽസ് ആർ അവൈലബിൾ. താഴെ കുറച്ച് ഇൻഫർമേഷൻ വേറെ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? പങ്കജിന് എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട്? 5000. പങ്കജ് പറയുമ്പോൾ ആരാ? കൺസൈനർ. ട്രാൻസ്പോർട്ടേഷൻ ഇൻഷുറൻസ് കണ്ട, ട്രാൻസ്പോർട്ടേഷൻ ഇൻഷുറൻസ് കൂടി ഒരു 5000. നമുക്കറിയാം ഇതിൻ്റെ പ്രപ്പോർഷൻ എവിടെ വരും? ക്ലോസിംഗ് സ്റ്റോക്കിൽ വരില്ലേ? വരില്ലേ? ഓക്കെ. അടുത്ത് അരുണ് 2500 ടുവേർഡ്സ് ഏതാണ്? ടേക്കിംഗ് ഡെലിവറി ഓഫ് ഗുഡ്സ്. അതേതാ? നോൺ റെക്കറിങ് ആണ്. പക്ഷെ 12500 അഡ്വർടൈസിങ് ആൻഡ് സെല്ലിങ് അത് എടുക്കൂല. ഓക്കെ അല്ലേ? ഇത് കൺസൈൻമെൻ്റ് അക്കൗണ്ടിൽ എടുക്കൂട്ടാ. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ എന്ത് ചെയ്യില്ല? എടുക്കൂല. അതേതാ? റെക്കറിങ് എക്സ്പെൻസാണ്. പ്രപ്പോർഷനേറ്റ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ആരെ? കൺസൈൻ. അരുണ് കമ്മീഷൻ ഉണ്ട് 10%. ഈ കമ്മീഷൻ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ നോക്കണോ? വേണ്ട. ആസ് പെർ ദ അക്കൗണ്ട് സെയിൽസ് അരുൺ സോൾഡ് കണ്ടാ. അക്കൗണ്ട് സെയിൽസ് എന്താണെന്ന് തിയറി ഇപ്പോൾ പറഞ്ഞുള്ളൂ നമ്മൾ. എന്താ? അയാൾ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് അക്കൗണ്ട് സെയിൽസ്. ഇതാര് പ്രിപ്പയർ ചെയ്യുന്ന? കൺസൈനി. എന്നിട്ട് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും? കൺസൈനർക്ക്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് 85 യൂണിറ്റ് വിറ്റിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണ് വിറ്റത്? അറ്റ് 1250. അതൊന്നും നമുക്കിവിടെ പ്രശ്നമുള്ളതല്ല. വിൽക്കാത്ത യൂണിറ്റ് എത്ര ഉള്ളത്? അതല്ല നമുക്ക് അറിയേണ്ടത്. എത്ര വിൽക്കാത്ത യൂണിറ്റ് ഉള്ളത്? പറയും മക്കളെ. എത്ര? 15. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചുള്ളത്? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻ ദിസ് കേസ് എന്നല്ലേ? അല്ലടാ. യെസ്, ബാക്കി അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് ചെയ്തൂടെ? ക്വസ്റ്റ്യന് ഇല്ലേ? ഞാൻ ആൻസറിലേക്ക് പോട്ടെ. DP ഏതാ? 2. DP2 പറയും. നമ്മൾ ആദ്യം തന്നെ ഇക്വേഷൻ ഉണ്ട് ചാമ്പ. ഏതാ? ഇവിടെ കോസ്റ്റ് ആണോ എടുക്കേണ്ടത്? വാല്യൂ ഓഫ് ഏതാ? ക്ലോസിംഗ് സ്റ്റോക്ക് ആരെടുത്തുള്ളതാ? വിത്ത് ഏതാ? കൺസൈനി അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏതിലെടുക്കേണ്ടത്? ഇൻവോയ്സിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇൻവോയ്സിൽ എടുത്തിട്ട് നിങ്ങളത് കുറയ്ക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ഏതിൽ തന്നെ എടുത്താൽ മതി. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞുള്ള ഭാഗം എന്താണെന്ന് നോക്കിയേ. കോസ്റ്റ് എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്താ പറഞ്ഞ്? നമ്പർ 1 എന്താ? ഒന്ന് വായിച്ചു തരൂ.
കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് അത്രയല്ലേ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ്റ്റിൽ എടുക്കാം. എക്സ്ക്യൂസ് മീ, കോസ്റ്റ് അല്ലേ പ്ലസ് ഇനി അടുത്ത് ഏതാ വേണമെങ്കിൽ ഒരു ടേബിൾ പോലെ ആക്കുക. ഏതാ പ്രപ്പോർഷനേറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ഓഫ് ആരുടെ കൺസൈനർ. അടുത്തേതാ പ്ലസ് ഏതാ പ്രപ്പോർഷനേറ്റ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ആരുടെ കൺസൈനി. കോസ്റ്റ് എത്ര ഉള്ളത് 15 മൊബൈൽ എന്നല്ലത്. ഏതാ പ്രൊഡക്റ്റ് ഏതാ റേഡിയോ. 100 റേഡിയോ സെൻഡ് ചെയ്തിട്ട് 85 വിറ്റു എന്ന് പറയുമ്പോൾ 15 എണ്ണം വിൽക്കാത്തല്ലേ. ഒരെണ്ണത്തിന് എത്ര രൂപ കോസ്റ്റ് വരുന്നത് 1000. അപ്പോൾ 15000 രൂപ ഏത് വരും കോസ്റ്റ് വരും. മക്കളിഞ്ഞത് പുതിയൊരു ഇക്വേഷനാണെന്ന് വിചാരിക്കില്ലല്ലോ, ഞാൻ എഴുതിയത് പാറ്റേൺ ഒന്ന് മാറിയെന്നുള്ളൂ കേട്ടോ. ഇനി എത്രയാണ് കൺസൈനർക്ക് വന്ന എക്സ്പെൻസ് 5000 അല്ലേ. 5000 എത്ര റേഡിയോ സെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാ 100. നമുക്കിപ്പോൾ എത്ര റേഡിയോടെ കിട്ടിയാൽ മതി 20ൻ്റെ. അപ്പോൾ എത്ര വരും 15. സോറി 20 ഇവിടുന്ന് കിട്ടി. ഓക്കെ സോറി 15 എത്ര 750. ഇനി ആരെ നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ആരുടെ എടുക്കാം കൺസൈനി. എത്ര എങ്ങനെ വരാം 2500 ഡിവൈഡഡ് ബൈ സെല്ലി എക്സ്പെൻസ് എടുക്കൂല ഡിവൈഡഡ് ബൈ 100 × 15 എത്ര വരും 375. ഒക്കെ കൂടെ കൂട്ട് 16125. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു ക്വസ്റ്റ്യൻ്റെ അല്ലേ. ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടല്ലോ, അതെന്താ കൂടെ നോക്കാം. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് വൺ. നമ്മൾ ഓൾറെഡി കൺസർവേറ്റിസം കൺസെപ്റ്റ് പഠിച്ചില്ലേ, അതുമായി ബന്ധപ്പെട്ടൊരു പോയിൻ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഡ്യൂ ടു ഇൻട്രൊഡക്ഷൻ ഓഫ് MP3 ടെക്നോളജി. അപ്പോൾ റേഡിയോ അല്ലേ ഉണ്ടായിരുന്നത്, MP3 വന്നു. അപ്പോൾ റേഡിയോയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും കുറയും. ദ ഡിമാൻഡ് ഫോർ റേഡിയോ 4 എന്നാട്ടോ ഉദ്ദേശിച്ചത്, 4 ആണ്. ഫോർ റേഡിയോ സെറ്റ് ഹാവ് ഫോളൻ. ഡിമാൻഡ് ഏതിൻ്റെ കുറഞ്ഞു റേഡിയോയുടെ കുറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്ര റുപ്യുള്ളൂ 400 റുപ്യുള്ളൂ. ആ സാധനം നമ്മൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് 1000 ആണ് അല്ലേ, 1250. പക്ഷെ ഇപ്പോൾ 1250 വിൽക്കാൻ കഴിയുമോ ഇല്ല, 400 ആണ്. പിന്നെ ഇത് സെയിൽ ചെയ്യണമെങ്കിൽ അഡീഷണൽ എക്സ്പെൻസ് എത്ര രൂപ വരണം 25 രൂപ വരണം, നീഡ് ടു ബി ഇൻക്വേർഡ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഇൻ സച്ച് സെനാരിയോ. നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇതാ കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. ഓക്കെ അല്ലേ, അതിലേക്ക് വിട്ടാലോ കാണിച്ചു തരാം. അടിപൊളി സാധനം നമ്മൾ ഓൾറെഡി കണ്ടല്ലേ ഈ ഫൈനൽ അക്കൗണ്ടൊക്കെ വരുമ്പോൾ. പക്ഷെ ഇങ്ങനെ ഡെപ്തിൽ കണ്ടില്ല എന്നുള്ളൂ. ഏതാ നമ്പർ 2 അല്ലേ പാർട്ട്. എന്താ കാണേണ്ടത് വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു പറയും കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ. അങ്ങനെ പറയുന്നത് നെറ്റ് റിയലൈസബിൾ വാല്യൂ. അപ്പോൾ എന്താണ് സാർ നെറ്റ് റിയലൈസബിൾ വാല്യൂ? മാർക്കറ്റ് വാല്യൂയിൽ നിന്നും എന്ത് ലെസ് ചെയ്യുക, സെല്ലിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ കോസ്റ്റ് എത്രയാണ് നമ്മൾ ഓൾറെഡി പാർട്ട് 1 കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാ ഇതാ അല്ല കണ്ടെത്തിയില്ല, എത്രയാ 16,125. ഇനി ഏത് കാണണം നെറ്റ് റിയലൈസബിൾ വാല്യൂ കാണണം. മാർക്കറ്റ് വാല്യൂ 1 യൂണിറ്റിൻ്റെ തന്നിട്ടുണ്ട്. എത്രയാ 400 റുപ്യക്ക് വിൽക്കാൻ പറ്റും. അത് വിൽക്കാൻ വേണ്ടി 25 വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 375 റുപ്യ നമുക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലായ. വിൽക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപ കൊടുക്കണം, സെല്ലി എക്സ്പെൻസ് കമ്മീഷൻ 25. അപ്പോൾ നമുക്ക് കിട്ടണ എത്രയാണ് 375. തെറ്റിയുണ്ടാവും, തെറ്റുണ്ട് എന്തെങ്കിലും. ഓക്കെ, ഇനി ഒരെണ്ണത്തിനല്ലേ ചോദിക്കട്ടെ. ഈ 1625 എത്ര യൂണിറ്റിനാ 15 യൂണിറ്റിനല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 15 യൂണിറ്റിൻ്റെ കാണണ്ടേ. അപ്പോൾ എത്ര വരും 375 × 15 5625. പറയൂ കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ഏതാ ലോവർ. ഏതാണ് ലോവർ 5625. ദെർഫോർ ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി ഏതായിരിക്കും 5625.
നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കില്ലേ അല്ലേ? അവിടെ ബൈ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് അല്ല, ഇവിടെ ഏതാ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ഇവിടുത്തെ ട്രേഡിംഗ് അക്കൗണ്ടാണ് എന്ത് കൺസൈൻ. അവിടെ ബൈ എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് എഴുതേണ്ട എമൗണ്ട് എത്രയല്ല 16,125 അല്ല, എത്രയാണ് 5,625. നിങ്ങൾ ഇവിടെ എങ്ങാനും 16,000 എഴുതിയാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ പ്രോഫിറ്റ് കൂട്ടിക്കാണിക്കും. അത് ഏത് കോൺസെപ്റ്റിന് എതിരാവും? കൺസർവേറ്റിസം കോൺസെപ്റ്റിന് എതിരാവും. ഓക്കെ അല്ലേ? 5,625 അത്രേ ഉള്ളൂ.